الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 71-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം മുന്നായത്തിന്റെ തന്നെ തുടർച്ചയാണ്. ആ യഹൂദ ക്രൈസ്തവർ കിതാബിന്റെ അവസ്ഥകൾ എന്തായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഉണർത്തി തരികയാണ്. വഹസിബു, അവർ വിചാരിച്ചിരിക്കുന്നുവോ, ധരിച്ചു വശായിരിക്കുന്നുവോ, അല്ലാ തകൂന ഫിത്നത്തുൻ, ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ആപത്ത്, ഒരു കുഴപ്പം അവർക്ക് വരില്ല എന്ന്. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ പരീക്ഷണങ്ങളൊന്നും അവരെ പിടികൂടില്ല എന്നവർ ധരിച്ചു വശായിരിക്കുന്നുവോ എന്നാണുള്ള ചോദിക്കുന്നത്. എന്നിട്ട് അവർ അന്ധരായി, അവർ ബധിരരുമായി. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ആ വിശുദ്ധമായ അധ്യാപനങ്ങളെ, ആയത്തുകളെ അവഗണിച്ചുകൊണ്ട്, കളവാക്കിക്കൊണ്ട്, അല്ലാഹുവിന്റെ റസൂലുമാരെ അവഗണിച്ചുകൊണ്ട് അവർ അന്ധരായി, അവർ ബധിരരുമായി എന്നാണ് പറയുന്ന. സത്യവിശ്വാസത്തിന് നേരെ അവർ അന്ധരും ബധിരരുമായി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചു. അങ്ങനെ ചില റസൂലുമാര് പിന്നീട് അവരിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് സത്യം ബോധ്യപ്പെടുകയും അങ്ങനെ തൗബ ചെയ്ത് മടങ്ങി. അവരിൽ നിന്നും ചിലരുടെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ പിന്നീടും അവർ പഴയതിലേക്ക് തന്നെ മടങ്ങിപ്പോയി. പിന്നെ അവർ അന്ധരായി, പിന്നീട് അവർ ആ ബധിരരുമായി. അവരിൽ അധിക പേരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. എന്താണെന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. ബനീ ഇസ്രായേലുകൾ ആദ്യം അവർ അന്ധരും ബധിരരുമായി അങ്ങനെ സത്യവിശ്വാസത്തിന് നേരെ കണ്ണടച്ചു. ശേഷം അവർക്ക് സത്യം ബോധ്യപ്പെട്ടു. അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വീണ്ടും കാലം മുന്നോട്ട് ഗമിച്ചപ്പോൾ, ആ റസൂലുമാരൊക്കെ കാലഗതി പ്രാപിച്ചപ്പോൾ അവർ വീണ്ടും അന്ധരും ബധിരരുമായി എന്നാണ്, പഴയതിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാണല്ലോ പറയുന്നത്. ഈ അവസ്ഥ ഒരിക്കലും സത്യവിശ്വാസികൾക്ക് ഉണ്ടായിക്കൂടെ എന്നാണല്ലോ ഉണർത്തുന്നത്. അതാണ് ഈ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു ബസീറും ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടറിയുന്നവനാകുന്നു. അല്ലാഹുവിന്റെ കാഴ്ചയിൽ നിന്നും ഒരിക്കലും അവർ മറഞ്ഞവരല്ല, തെറ്റിപ്പോകുന്നവരല്ല എന്നാണല്ലോ ഉണർത്തി തരുന്നത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.